ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഒളവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇത് പലർക്കും പുറത്തുള്ള പാർക്കിങ്ങിനെക്കാട്ടിലും റെയിൽവേ പാർക്കിങ്ങിലെ റേറ്റ് കുറവാണ് എന്ന് കുറേ ആൾക്കാർക്കും അറിയില്ല. ഞാനും ഇത്ര ദിവസമായിട്ട് പുറത്താണ് റേറ്റ് കുറവായിരിക്കും, റെയിൽവേയിൽ കൂടുതലായിരിക്കും വിചാരിച്ചിട്ട് പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് റെയിൽവേയിൽ പാർക്കിംഗ് ചെയ്തപ്പോഴാണ് എനിക്കറിഞ്ഞത് ഇവിടെ റേറ്റ് കുറവാണ്. ഞാൻ കാലത്ത് ബൈക്ക് ഇട്ടിട്ട് പോയതായിരുന്നു. ഇപ്പോൾ രാത്രി വന്ന് എടുക്കുമ്പോൾ ആകെ 25 രൂപയാണ് ഇവർ ചാർജ് ആക്കിയത്, 24 ഹവേഴ്സിന്. പക്ഷേ പുറത്താണെങ്കിൽ ഞാൻ ഇതുവരെ 40-50 കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ ആൾക്കാർ റെയിൽവേ പാർക്കിംഗ് യൂസ് ആക്കുക. റെയിൽവേ പാർക്കിങ്ങിൽ ഞാനുള്ളത് കാണിച്ചു തരാം. ഇതാണ് ടാരിഫ്. അപ്പോൾ പുറത്തുള്ള പാർക്കിങ്ങിനെക്കാട്ടിലും ഇവിടെ റെയിൽവേയിൽ പാർക്കിങ്ങിൻ്റെ ചാർജ് കുറവാണ്. പിന്നെ പാർക്കിംഗ് നിർത്തുമ്പോൾ ഹെൽമെറ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും റെയിൽവേ ആണെങ്കിൽ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നിവിടെ പാർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുറത്തുള്ളതെക്കാട്ടിലും പാർക്കിംഗ് ചാർജ് കുറവാണ്. അപ്പോൾ നമുക്ക് റെയിൽവേ ആയപ്പോൾ കുറച്ച് സേഫ്റ്റിയും കൂടി ഉണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ നിർത്തുമ്പോൾ ക്യാമറ ഒക്കെ വർക്ക് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് റെയിൽവേ ആണെങ്കിൽ ഇവിടെ ക്യാമറേൻ്റെ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടപ്പോൾ നമുക്കതൊരു നല്ലൊരു സേഫ്റ്റിയാണ്. വരുമ്പോൾ ആദ്യം നമ്മൾ ബൈക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി നമ്പർ അവർ അടിച്ചു തരും. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ പോയിട്ട് ബൈക്ക് എടുക്കുന്ന സമയത്ത് ആ സ്ലിപ്പ് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് മിസ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിലൂടെ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് എടുക്കാം. പിന്നെ ഏതെങ്കിലും പ്രൂഫ് എന്നിട്ട് അങ്ങനെ മിസ്സാക്കുകയാണെങ്കിൽ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ്, RC അങ്ങനെയുള്ളതിനും കൂടെ ഫോട്ടോ ഒക്കെ വെച്ചാണ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ റെയിൽവേ പാർക്കിംഗ് യൂസ് ആക്കുക.